അങ്ങനെ നമ്മൾ വീണ്ടും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഈ പാർട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാർഗൈനിങ് കപ്പാസിറ്റി കൂടും. അവർ ഓരോരുത്തരും ഇങ്ങനെ തർക്കങ്ങൾ കൂടുതൽ വയ്ക്കും. പുതിയ അപ്പോൾ 10 കാര്യം ഡിമാൻഡ് വയ്ക്കുക, 2 നടക്കും, അങ്ങനെയൊക്കെയാണല്ലോ ഡിമാൻഡുകൾ വയ്ക്കുന്നത്. ഇപ്പം ലീഗ് ഒരു പിടി ഡിമാൻഡുകളുമായിട്ട് വന്നിട്ടുണ്ട്. എന്താ അവരുടെ ഡിമാൻഡ്? അവർക്ക് മലപ്പുറം പാർട്ടി എന്നുള്ള പേർദോഷം മാറ്റണം. ഞങ്ങൾ ഇനി മലപ്പുറം പാർട്ടിയൊന്നുമല്ല, അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ പകുതിയുള്ള പാർട്ടി മലപ്പുറം പാർട്ടി, 1.5 പാർട്ടിയല്ല ഞങ്ങൾ, 1.5 ജില്ല പാർട്ടിയല്ല, ഞങ്ങൾ സംസ്ഥാന പാർട്ടിയാണ്. അങ്ങനെ ആയതുകൊണ്ട് കൽപ്പറ്റ, വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഞങ്ങൾക്ക് തരണം, ഞങ്ങളത് ജയിപ്പിച്ച് തരും. ഞങ്ങൾ കോൺഗ്രസിൻ്റെയൊക്കെ ഒരു മണ്ഡലമാണ്, അല്ലെങ്കിൽ സ്ഥിരമായി അവിടെ പിന്നെ ഒരു എന്താണ് പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കമുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ കൽപ്പറ്റ ഞങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ കോഴിക്കോട് ഞങ്ങൾക്ക് വേണം. അപ്പോൾ കോഴിക്കോട്, വയനാട് തുടങ്ങിയ ജില്ലകളിലും മലപ്പുറം ജില്ലയിലും വിട്ടിട്ട് 4 സീറ്റ് അധികം ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 4 സീറ്റ് അധികം ചോദിക്കുന്നതോടൊപ്പം തന്നെ വേറൊരു ചിന്തയും കൂടെ കടന്നു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കോൺഗ്രസിനകത്ത് തന്നെ 1 ഡസൻ പേര് മുഖ്യമന്ത്രി ആവാൻ നിൽക്കുന്നു. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സീറ്റ് കൂടുതൽ കോൺഗ്രസിനായിരിക്കും കിട്ടുക. ഐക്യമുന്നണി വരികയാണെങ്കിൽ ഏറ്റവും പ്രധാന കക്ഷി കോൺഗ്രസ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഉള്ള സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഉപമുഖ്യമന്ത്രിയാണ്. ഉപമുഖ്യമന്ത്രി ഒരു പ്രാക്ടീസ് കേരളത്തിലില്ല, അല്ലെങ്കിൽ അത് വയ്ക്കണം ഇനി പുതുതായിട്ട്. അപ്പോൾ ഒരു അടുത്ത ചോദ്യം, എന്തുകൊണ്ട് വ്യവസായ വകുപ്പൊക്കെ കൈകാര്യം ചെയ്ത കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയോ ആണ് പ്രധാനം? കാരണം ലീഗിലെ പ്രധാനപ്പെട്ട മന്ത്രി അദ്ദേഹം ആണല്ലോ, സീനിയർ ആയിട്ടുള്ള അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് കൊടുത്തുകൂടാ എന്നൊരു ചോദ്യം ഉന്നയിച്ച് വരുന്നുണ്ട്. അപ്പോൾ ലീഗിന് ആഭ്യന്തര വകുപ്പ് കിട്ടണം എന്നൊരു ഡിമാൻഡ് വെച്ച് വന്നിട്ടുണ്ട് കേരള കോൺഗ്രസ്. ഇത് കേൾക്കുമ്പോൾ കേരള കോൺഗ്രസിന് ഡിമാൻഡുകൾ വെക്കും, മറ്റെല്ലാവരും വെക്കും. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ വാദങ്ങളുമായി, ഡിമാൻഡുകളുമായി ലീഗ് വരുന്നു. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വാർത്തകൾ. അപ്പോൾ തീർച്ചയായിട്ടും ലീഗിനത് കിട്ടുമോ കൊടുക്കുമോ എന്നുള്ളതൊക്കെ ചർച്ചയ്ക്ക് വരേണ്ട കാര്യമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, UDFിനെ സംബന്ധിച്ചിടത്തോളം LDFിൽ അങ്ങനത്തെ ചർച്ചകളൊന്നും നടക്കാനുള്ള സ്കോപ്പില്ല. കാര്യം CPMൻ്റെയും LDFിൻ്റെയും മുന്നണി തീരുമാനിക്കും. വെളിയിൽ കിടന്ന് CPIക്ക് ഒരു സീറ്റ് കൂടെ വേണം എന്ന് പറഞ്ഞാൽ ബിനോയ് വിശ്വത്തിൻ്റെ ബാക്കിയതിട്ട് അടിച്ചു കൊടുക്കും. വേറെ കാര്യമൊന്നും മിണ്ടായിരടെ എന്ന് പറയും, ഒരു കാര്യമില്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് ഇങ്ങനെ മറ്റു കുഞ്ഞു കുഞ്ഞു പാർട്ടികളുണ്ട്. അവർ വല്ലതും ഇപ്പോൾ ഗണേശൻ പറഞ്ഞ് എല്ലാവരും ബസ് എടുത്തോളാൻ പറഞ്ഞ് അപ്പം തന്നെ പറഞ്ഞ് അടച്ചില്ല. അതിന് മുമ്പ് തന്നെ TP രാമകൃഷ്ണൻ, LDF കൺവീനർ, MA ബേബി, MP ഗോവിന്ദൻ ഒരു പടതനമെന്ന് പറഞ്ഞ് മിണ്ടായിരട എന്ന് പറഞ്ഞ് അവർ ബാക്കിയതിട്ട് അടിച്ചു തരും. നിന്നെ ഇറക്കി കളയും എന്ന് 2.5 വർഷത്തിന് മുമ്പ് ഇറക്കി കളയും, ഇനി 5-6 മാസം കൂടെ ഉള്ളൂ, നീ മിണ്ടായിരടാന്ന് പറഞ്ഞ് ഗണേശനെ ബുദ്ധിമുട്ടിച്ചു എന്ന് മാത്രമല്ല പത്തനാപുരത്ത് തന്നെ ഒരൊറ്റ ബസ് പോലും ചലിക്കാൻ സമ്മതിച്ചില്ല. അതാണ് ഇടതുപക്ഷ മുന്നണിയുടെ ഇരുമ്പ് ചട്ട. അതുകൊണ്ട് അവിടെ ഇതൊന്നും നടക്കത്തില്ല. അവിടെ ഉപമുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് നടക്കില്ല. അപ്പം UDFിൽ എന്നാൽ നല്ല സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടും കോൺഗ്രസ്സുകാർ ആ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളത് കൊണ്ടും അവിടെ വേറൊരു ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തിൻ്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലീഗ് ശക്തമായ വാദമാണ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ആധികാരികമായ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല പലതും. പക്ഷേ എങ്കിലും രാഷ്ട്രീയ രംഗത്തുള്ള വിവരങ്ങളെല്ലാം ശേഖരിക്കുന്ന വിവരങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുക. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ 4 സീറ്റ് അധികം ലീഗ് ചോദിച്ചിട്ടുണ്ട്. വയനാട് സീറ്റ് ചോദിച്ചിട്ടുണ്ട്, അത് കൽപ്പറ്റയാണെന്ന് അറിയുന്നു. കോഴിക്കോടും സീറ്റ് കൂടുതൽ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വടക്കൻ മലബാറിലെ ഒരു പ്രധാന പാർട്ടിയായി മാറാൻ ലീഗ് സജ്ജമാകുന്നു. അതുകൂടി കഴിഞ്ഞാൽ തെക്കൻ ഭാഗത്തേക്കും അവർ വരുമായിരിക്കും. എന്തായാലും അവരുടെ ജൈത്രയാത്ര തുടരട്ടെ. നിലമ്പൂരിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ അവരുടെ വലിയ അക്ഷീണമായ പ്രവർത്തനങ്ങളുണ്ട്. അതിനൊരു ഗിഫ്റ്റ് കൊടുക്കാതിരിക്കാൻ കഴിയില്ല കോൺഗ്രസ്സിന്. അവർ കൊടുക്കുമായിരിക്കും. ലീഗും വളരട്ടെ, കോൺഗ്രസും വളരട്ടെ, എല്ലാവരും മുന്നോട്ട് പോട്ടെ. കേരള കോൺഗ്രസും ഇതിൻ്റെ ഇടയ്ക്ക് വളരാതിരിക്കേണ്ട, അവരും വരട്ടെ. എല്ലാവരും ഉള്ളത് ഓണം പോലെ കഴിക്കാം. കയ്യിലുള്ള 140 സീറ്റ് നമുക്ക് പങ്കുവച്ചെടുക്കാം. വേണമെങ്കിൽ അടുത്ത അസംബ്ലിയിലോ കേന്ദ്രത്തിനോടോ പറഞ്ഞുകൊണ്ട് 140 വേണമെങ്കിൽ നമുക്കൊന്ന് റൗണ്ട് ചെയ്യാം, 150 ആക്കാം. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കുറേ കൂടി പരിഹരിക്കും.